Dears, welcome back to Close Academy. അപ്പോൾ കേഡറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ടോസ് അക്കാഡമി നിങ്ങളുടെ അവസാന ഘട്ട പ്രിപ്പറേഷനിലേക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ടോപ്പിക്സുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ റിവിഷൻ ആണ് കേട്ടോ. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ഏരിയാസുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് വാസ് ആൻ അർബൻ സെന്റർ ഇൻ ദ മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അപ്പോൾ മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഉള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസൊപ്പൊട്ടാമിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലൂടെ ഉള്ള പ്രദേശം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അതിൽ പ്രധാനമായിട്ടുള്ളവയാണ് സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൽഡിയൻ തുടങ്ങിയിട്ടുള്ളവ. ഇനി മെസൊപ്പൊട്ടോമിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർഷിക പുരോഗതിക്ക് സഹായകമാകുന്ന ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ്. അത് പിന്നീട് കച്ചവടങ്ങളിലേക്കും നഗരങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചു. അത്തരത്തിൽ ഉയർന്നു വന്ന പ്രധാനമായിട്ടുള്ള നഗരങ്ങളാണ് ഉർ, ഉറുക്, ലഗാഷ് തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ഉർ, ഉറുക്, ലഗാഷ് തുടങ്ങിയിട്ടുള്ളവയാണ് മെസൊപ്പൊട്ടോമിയയിലെ പ്രധാനമായിട്ടുള്ള പ്രാചീന നഗരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് ഉർ ആണ് കേട്ടോ. അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു പോയിന്റ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ക്യൂണിഫോം ലിപിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ. മെസൊപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം ലിപി. അപ്പോൾ ക്യൂണിഫോം എന്ന വാക്കിന്റെ അർത്ഥം ആപ്പിന്റെ ആകൃതി എന്നുള്ളത് കൂടിയാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനകത്ത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ലൊഥേൽ ആണ്, ആൻഡ് ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഉർ, ആൻഡ് ഓപ്ഷൻ അടുത്തത് കുസ്കോ ആൻഡ് സ്പാർട്ട തുടങ്ങിയിട്ടുള്ളവയാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ലൊഥേൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിറ്റിയാണ് ലൊഥേൽ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള കുസ്കോ എന്ന് പറയുന്നത് ഐക്ക എംപയറിന്റെ ക്യാപിറ്റൽ ആണ് കേട്ടോ. ആൻഡ് സ്പാർട്ട എന്ന് പറയുന്നത് ഏൻഷ്യൻ ഗ്രീസിലെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള സിറ്റിയാണ് സ്പാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഏതാണ്? ഉർ ആണ് കേട്ടോ. അപ്പോൾ മറക്കരുത്, മെസൊപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആ രണ്ട് നദികളും യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, അതുപോലെ തന്നെ മെസൊപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്തു വന്നിട്ടുള്ള സിറ്റികളായിട്ടുള്ള ഉർ, ഉറുക്, ലഗാഷ് തുടങ്ങിയിട്ടുള്ളവ, ആൻഡ് മെസൊപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ആയിട്ടുള്ള ക്യൂണിഫോം തുടങ്ങിയിട്ടുള്ളവ. പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നുള്ളത്. അപ്പോൾ ഹാരപ്പൻ സൈറ്റുകൾ, അതായത് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയാണ് കാലിബംഗൻ, ലൊഥേൽ ആൻഡ് ഗാഹി, ധോളവീര, റൂപ്പാർ, ഹാരപ്പ, അതേപോലെ തന്നെ ഗനേരിവാല ആൻഡ് ചാൻപൂദാരോ, അതേപോലെ തന്നെ മോഹൻജിദാരോ. ഇതെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള സൈറ്റ്സുകളാണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് എന്നുള്ളതാണ്. അതായത് മഹാസ്നാനഘട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. മോഹൻജിദാരോ ആണ് കേട്ടോ. ഹാരപ്പയിലെ ഒരു പ്ലാന്റ് സിറ്റി അല്ലെങ്കിൽ ഒരു ആസൂത്രിത നഗരമാണ് മോഹൻജിദാരോ എന്ന് പറയുന്നത്. മോഹൻജിദാരോ കറന്റ്ലി സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലർഖാന എന്ന് പറയുന്ന ജില്ലയിലാണ് കേട്ടോ. അതേപോലെ തന്നെ മോഹൻജിദാരോയിൽ നിന്നും ലഭിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്തിന്റെ അവശിഷ്ടങ്ങൾ.
അതേപോലെ ഗുജറാത്തിലെ ലൊധേലിൽ നിന്നുമാണ് നെൽകൃഷി ചെയ്തതിന്റെ തെളിവുകളായിട്ട് ലഭിച്ചിട്ടുള്ള ധാന്യങ്ങൾ ശേഖരിക്കുന്ന ധാന്യപ്പുരകളും, അതേപോലെ കാലിബംഗാനിൽ നിന്നുമാണ് നിലം ഉഴുതു മറിച്ച് കൃഷി ചെയ്തു എന്നുള്ളതിന്റെ കളിമണ്ണിൽ തീർത്തിട്ടുള്ള കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവശേഷിപ്പുകളാണ്, ഹാരപ്പൻ സിവിലൈസേഷന്റെ അവശേഷിപ്പുകളാണ്. അതേപോലെ ലൊധേലിൽ നിന്നുമാണ് കളിമണ്ണിൽ തീർത്തിട്ടുള്ള പായ്ക്കപ്പലുകൾ, അതായത് കടൽ വഴിയുള്ള വാണിജ്യങ്ങൾ ആ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഓരോ സൈറ്റ്സുകളിൽ നിന്നും ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീ തട സംസ്കാരത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒന്നാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. മോഹൻജദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഡിസ്ട്രിക്റ്റിലും അതേപോലെ തന്നെ പാകിസ്ഥാനിലും ആണ്. ഈ പാകിസ്ഥാനിലെ ലർഖാനയിലുമാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള എവിഡൻസുകൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ മൗണ്ട് ഓഫ് ഡെഡ്, അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി ബ്രൗൺസ്, ഡാൻസിങ് ഗേൾ, seal of പശുപലി മഹദേവ സ്റ്റാച്ചു ആൻഡ് seal of ബിയർഡ് മാൻ, അതായത് താടി വെച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ രൂപങ്ങള്, and the most significant employees on agriculture and cotton cultivation, domestic animals, അതായത് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി എന്നുള്ളതിന്റെ തെളിവുകളായിട്ടുള്ള ഷീപ്പ്, ഗോഡ്സ് ആൻഡ് പിഗ്സ് തുടങ്ങിയിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. അപ്പൊ കാലിബംഗൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ ഉള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. രാജസ്ഥാനിലാണ് കേട്ടോ കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കാലിബംഗൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകളാണ് ആൾട്ടർ ഓഫ് ഫയർ, അതേപോലെ ബോൺസ് ഓഫ് ക്യാമൽസ്, പ്ലഫ് ഓഫ് വുഡ് തുടങ്ങിയിട്ടുള്ളവ. ആൻഡ് ലൊധേലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാരപ്പൻ സൈറ്റ്സിൽ ഒന്നാണ്. സോ ലൊധേൽ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. ലൊധേലിൽ നിന്നുമാണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ട്, അതായത് ആസൂത്രിതം അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള തുറമുഖം ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഡോക്യാർഡ്, ഹസ്ക് ഓഫ് റൈസ് ആൻഡ് ആൾട്ടേഴ്സ് ഓഫ് ഫയർ, അതേപോലെ തന്നെ ഗ്രാവിയർഡ്, കോപ്പർ ഡോഗ്, ചെസ് പ്ലേയിങ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അവശിഷ്ടങ്ങൾ ലൊധേലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസും നേരത്തെ നടന്നിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കാലിബംഗൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലോ, ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഹാരപ്പൻ സൈറ്റ് ആയിട്ടുള്ള ലൊധേൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. നോ ഡൗട്ട് ഗുജറാത്ത് ആണ് കേട്ടോ. അപ്പൊ ആർക്കും ഇത് മാറിപ്പോകരുത്. കാലിബംഗൻ രാജസ്ഥാന് ആൻഡ് ലൊധേൽ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയാസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനിയാണെങ്കിലും ഈ പ്രധാനമായിട്ടുള്ള ഹാരപ്പൻ സൈറ്റുകളും അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള എവിഡൻസുകൾ. അപ്പോൾ ഹാരപ്പൻ സൈറ്റ് കൂടുതലും ഇന്ത്യയിലും ഉണ്ട്, അതേപോലെ പാകിസ്ഥാനിലും ഉണ്ട്. അപ്പൊ രണ്ടിടത്തെയും നിങ്ങൾ പഠിച്ചു വെക്കുക. മുൻവർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹാരപ്പൻ സൈറ്റ്സിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത, അതായത് ഇപ്പൊ പ്രസന്റ്ലി ഇന്ത്യയിൽ അല്ലാത്ത ഏതാണ് എന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു മുഗൾ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ ഭരണ കാലഘട്ടത്തിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് മുഗൾ റൂളേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള മോണുമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒന്നാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫത്തേപൂർ സിക്രി ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ആഗ്ര ഡിസ്ട്രിക്റ്റിലാണ്, അതായത് ഉത്തർപ്രദേശിലെ ആഗ്ര ഡിസ്ട്രിക്റ്റിലാണ് ഫത്തേപൂർ സിക്രി നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ Fatehpur Sikri was founded as the capital of Mughal Empire in 1571 by the Akbar. അതായത് അക്ബർ ആണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ആർക്കിടെക്ചറിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫത്തേപൂർ സിക്രിയുടെ കൂടെ തന്നെ വരുന്ന മറ്റ് പ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇബാദത്ത് ഖാന, ജാമാ മസ്ജിദ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ. ഈ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് 1575, അതായത് CE 1575 നിർമ്മിച്ചിട്ടുള്ളത്. മുഗൾ എംപയർ ആയിട്ടുള്ള അക്ബർ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായിട്ടും ഒരു മീറ്റിംഗ് ഹൗസ് എന്നുള്ള രീതിയിലാണ്, അതായത് സഭ കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇബാദത്ത് ഖാന നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് ദ പർപ്പസ് വാസ് ടു ഗാദർ സ്പിരിച്വൽ ലീഡേഴ്സ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ്
grounds so as to conduct a discussion on the teaching of respective religious leaders. അതായത് വിവിധ മതങ്ങളിലെ മതപണ്ഡിതന്മാര് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സദസ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു ഹൗസ് കൂടി ഇതിന്റെ കൂടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫത്തേപൂർ സിക്രി ആരാണ് നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഡൗട്ട് ഓപ്ഷൻ ഡി അക്ബർ ആണ് കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് അശോക ഏത് ഡൈനസ്റ്റിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ്. അപ്പോൾ അശോക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മൗര്യ ഡൈനസ്റ്റിയിലെ മൂന്നാമത്തെ റൂളറാണ് അശോക എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഈ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ടാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം കലിംഗ വാറിന് ശേഷം ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തതും അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികളും ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഓരോ രാജാക്കന്മാരും അവരുൾപ്പെടുന്ന ഡൈനസ്റ്റികളും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിൽ അടുത്തൊരു ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത് ഗുപ്താസ് ആണ് കേട്ടോ. അപ്പോൾ ഗുപ്താസ് എന്ന് പറയുന്നത് ഗുപ്ത ഡൈനസ്റ്റിയിലെ റൂളേഴ്സ് ആണ്. അതായത് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത് ഗുപ്ത ഡൈനസ്റ്റിയിലെ പ്രധാനമായിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് എന്നുള്ള രീതിയിലാണ് വിശേഷിപ്പിച്ചിരുന്നത്. അത് മാത്രവുമല്ല, he was a powerful and successful military leader. He is not known for the major shift in policy to Buddhism like Ashoka. ഇനി അടുത്തൊരു ഓപ്ഷൻ ആണ് കനിഷ്കൻ എന്ന് പറയുന്നത്. അതായത് കനിഷ്ക എന്ന് പറയുന്നത് കുഷാന ഡൈനസ്റ്റിയിൽ, അതായത് നമുക്ക് തന്നിട്ടുള്ള വിവിധ ഡൈനസ്റ്റിയിലെ പ്രസിദ്ധമായിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗുപ്താസിലെ പ്രധാനമായിട്ടുള്ള റൂളറാണ് സമുദ്രഗുപ്തൻ. അതേപോലെ തന്നെ കുഷാനാസിലെ പ്രധാനമായിട്ടുള്ള ഒരു ലീഡറാണ് കനിഷ്ക എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് അടുത്തത് ശതവാഹനൻസ് ആണ്. ശതവാഹനാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഗൗതമിപുത്ര ശതകാർണി എന്ന് പറയുന്നത്. ഹി വാസ് ദ മോസ്റ്റ് പവർഫുൾ റൂളർ ഓഫ് ശതവാഹന ഡൈനസ്റ്റി വിച്ച് റൂൾഡ് ഇൻ ഡെക്കാൻ റിലീജിയൻ ഓഫ് ഇന്ത്യ. ആൻഡ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഗുപ്ത കിങ്സ് ആരൊക്കെയാണെന്ന് കൂടി നോക്കാം. കാരണം മുൻവർഷങ്ങളിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ്. ചന്ദ്രഗുപ്ത ഒന്നാമനാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം സമുദ്രഗുപ്തൻ, അതിനുശേഷം ചന്ദ്രഗുപ്ത രണ്ടാമൻ, ലാസ്റ്റ് കുമാരഗുപ്തൻ ഒന്ന്. ഈ ഒരു ഗുപ്ത ഡൈനസ്റ്റി അവസാനിക്കുന്നത് സ്കന്ദഗുപ്തന്റെ ഭരണത്തോടു കൂടിയാണ് കേട്ടോ. അതേപോലെ തന്നെ ബിംബിസാര ഏത് ഡൈനസ്റ്റിയിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഹര്യങ്ക ഡൈനസ്റ്റിയിലാണ് ബിംബിസാരനും അജാതശാസ്ത്രവും ഉൾപ്പെടുന്നത്. അപ്പോൾ ബിംബിസാരൻ എന്ന് പറയുന്നത് ഏത് ഡൈനസ്റ്റിയിലാണ്? ഹര്യങ്ക ഡൈനസ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റൂളറാണ്. അതേപോലെ തന്നെ ശിശുനാഗ ഡൈനസ്റ്റിയിലെ റൂളേഴ്സ് ആണ് ശിശുനാഗനും അതുപോലെ തന്നെ കാലശോകനും. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ശിശുനാഗ ഡൈനസ്റ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കാലശോകനെ കുറിച്ചിട്ട്. ആൻഡ് മഹാപത്മനാഭനാണ് നന്ദ ഡൈനസ്റ്റിയിലെ പ്രധാനമായിട്ടുള്ള റൂളർ. അപ്പോൾ ബിംബിസാരൻ ഏത് ഡൈനസ്റ്റിയുടെ ഉൾപ്പെട്ട റൂളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹര്യങ്ക ഡൈനസ്റ്റിയിലാണ്. ബിംബിസാരൻ മാത്രമല്ല അജാതശസ്ത്രവും ഏത് ഡൈനസ്റ്റിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഹര്യങ്ക ഡൈനസ്റ്റിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ നല്ലതാണ്. ജോഗ്രഫിയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു പോർഷനാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ തിന്നസ്റ്റ് ലെയർ ഓഫ് എർത്ത്, അതായത് എർത്തിന്റെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ലെയർ ഏതാണെന്നാണ്. നോ ഡൗട്ട് ക്രസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഓഫ് എർത്ത് ക്രസ്റ്റ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓക്സിജൻ ആണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിത് നോക്കാം. അപ്പോൾ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ലെയേഴ്സ് ആയിട്ടാണ്. ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവൽക്കമാണ്. മാന്റിൽ അതുപോലെ തന്നെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമ്പ് എന്നിങ്ങനെ 3 ലെയേഴ്സ് ആണുള്ളത്. അപ്പം ഭൂവൽക്കം അതായത് ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഖരഭാഗമാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന ആ ഒരു പാർട്ടാണ് എന്താന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാനും സ്പർശിക്കാനും പറ്റുന്ന ഒരു പാർട്ടാണ് ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് എന്താന്ന് പറയുന്നത് ഭൂവൽക്കം അഥവാ
crust എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the oceanic crust seema is made of the silicon and magnesium. അപ്പം ഈ ഒരു ലെയറിനെ പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണുള്ളത്, ഓഷ്യാനിക് ക്രസ്റ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും. അപ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റിനെ സിമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിമ എന്ന് പറയുന്ന ഓഷ്യാനിക് ക്രസ്റ്റ് രൂപപ്പെട്ടത് സിലിക്കയും മഗ്നീഷ്യവും കൂടി ചേർന്നുകൊണ്ടാണ്. ഇനി കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്നാണ് വിളിക്കുന്നത്. സിയാലും സിലിക്കയും അതുപോലെ തന്നെ അലൂമിനിയം കൂടി ചേർന്നുകൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് വൻകര ഭൂവൽക്കം എന്നും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കം എന്നുമാണ് രണ്ടിനെയും പറയുന്നത്. ഇനി വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ 2.7 ഗ്രാം ആണ്. മറ്റ് നോക്കുകയാണെങ്കിൽ സമുദ്ര ഭൂവൽക്കം അതായത് ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 3 ഗ്രാം ആണ്. ആൻഡ് സമുദ്രതട ഭൂവൽക്ക ഭാഗത്ത് കാണപ്പെടുന്ന ശിലകൾ പ്രധാനമായും ബസാൾട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ മാന്റിലിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം മാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ ബിനീത്ത് ദ ക്രസ്റ്റ്, അതായത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടുള്ള അല്ലെങ്കിൽ ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ടുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്രസ്റ്റിനെയും അതുപോലെ തന്നെ മാന്റിലിനെ വേർതിരിക്കുന്ന ഭാഗമാണ് മൊഹോറോവിക് എന്ന ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയപ്പെടുന്നത്. അപ്പം മൊഹോറോവിക്സ് ആണ് ക്രസ്റ്റിനെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അതായത് മൊഹോ വിച്ഛിന്നതയാണ് ഈ പറഞ്ഞ ക്രസ്റ്റിനെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പം മൊത്തത്തിലുള്ള മാന്റിൽ വ്യാപിച്ചിരിക്കുന്നത് 2900 കിലോമീറ്റർ വരെയാണ്. അതുപോലെ തന്നെ ക്രസ്റ്റും മാന്റിലും അതുപോലെ അതിന്റെ ഉപരിഭാഗവും കൂടി ചേർന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് അർദ്ധ ദ്രവാവസ്ഥയിൽ അതായത് ഹാഫ് മോയ്സ്ചറൈസർ ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മാന്റിൽ അഥവാ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് പ്രധാനമായിട്ടും മാഗ്മ രൂപം കൊള്ളുന്നത്. And the asthenosphere is the main source of magma which is molten state. The crust and asthenosphere are together is known as lithosphere. Okay, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോറിനെ കുറിച്ചിട്ടാണ്, അതായത് കാമ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് എന്തെന്ന് പറയുന്നത് കാമ്പെന്ന് പറയുന്നത്. The boundary between the mantle and the core Gutenberg discontinuity. ആൻഡ് പ്രധാനമായും നിക്കൽ, അയൺ എന്നീ ലോഹങ്ങളാണ് കാമ്പ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് കാമ്പിന് നൈഫ് എന്നും പേരുണ്ട്. ഏകദേശം ഡെൻസിറ്റി എന്ന് പറയുന്നത് 5 to 13 ഗ്രാം ആണ്. അപ്പോൾ ഔട്ടർ കോറിന് ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഇന്നർ കോറിന് സോളിഡ് സ്റ്റേറ്റ്. അതായത് ഉൾഭാഗം എന്ന് പറയുന്ന ലിക്വിഡും പുറംഭാഗം എന്ന് പറയുന്നത് എന്താണ് ഒരു സോളിഡ് സ്റ്റേറ്റിലുമാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് 5 to 13 gram centimeter cube ആണ്. And made of heavy material like nickel and iron, so it's known as knife layer. Important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which branch of geography deals with the study of the evolution of landforms? ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ജിയോമോർഫോളജി ആണ് കേട്ടോ. ജിയോമോർഫോളജി എന്ന് പറയുന്നത് is the scientific study of evolution of landforms and the process that the shape of Earth's surface. It investigates how forces like weathering, erosion, tectonic activities create and modify features such as mountains, valleys and river beds. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള റിവർ എറോഷന്റെയും അതേപോലെ തന്നെ ബാക്കിയുള്ളവയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇറോഷൻ ഡെപ്പോസിഷന്റെ ആഫ്റ്ററായിട്ട് രൂപപ്പെടുന്ന വിവിധ തരത്തിലുള്ള ലാൻഡ് ഫോംസിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ ഒരു ക്ലാസ് കാണുക. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് ജിയോമോർഫോളജി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതിനെ കുറിച്ചിട്ടൊക്കെയുള്ള സ്റ്റഡി ആണെന്നൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സെഡിമെന്റോളജി ആണ്. അപ്പൊ സെഡിമെന്റോളജി എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ സെഡിമെന്റ്സിനെയും അതേപോലെ തന്നെ പ്രോസസ് ഓഫ് ഡിപ്പോസിറ്റ്സിനെയും കുറിച്ചിട്ടുള്ള പഠനമാണ് സെഡിമെന്റോളജി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും സാൻഡ്, സ്ലിറ്റ് ആൻഡ് ക്ലേ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഹൈഡ്രോളജി എന്ന് പറയുന്നത് മൂവ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ്
വാട്ടർ ഓൺ എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ മൂവ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ ഓൺ എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് പെഡോളജി ആണ്. പെഡോളജി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയാണ് പെഡോളജി എന്ന് പറയുന്നത്. ഇറ്റ് examines soil formation, classification and physical, chemical and biological properties, not the evolution of large scale landforms. എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമുകളാണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ മോണിറ്ററി പോളിസിക്ക് പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷനകത്ത് ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ വന്നിട്ട് മോറൽ സുവേഷൻ ആണ് കേട്ടോ. അപ്പൊ ആദ്യമേ തന്നെ മോണിറ്ററി പോളിസി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക്, അതായത് നമ്മുടെ രാജ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മോണിറ്ററി പോളിസികൾ മാനേജ് ചെയ്യുന്നത്, മോണിറ്ററി പോളിസികൾ ഇഷ്യൂ ചെയ്യുന്നതും. അപ്പോൾ പ്രധാനമായിട്ടും മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പണത്തിന്റെ സപ്ലൈ അതിനെ നിയന്ത്രിക്കുക, അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സുകൾ, അതായത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ മോണിറ്ററി പോളിസിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ എയിം ടു കൺട്രോൾ ഓവറോൾ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി. അതിൽ ഫസ്റ്റ് വൺ ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പണം വായ്പയായിട്ട് കൊടുക്കും. അതിന് ഈടാക്കുന്ന തുകയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഈടാക്കുന്ന ആ റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സെക്യൂരിറ്റികൾ സെൻട്രൽ ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, ഈ തരത്തിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അതായത് പണത്തിന്റെ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള മറ്റ് ബാങ്കുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സാർക്ക്. അപ്പൊ സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ വന്നിട്ട് കാഠ്മണ്ഡു ആണ് കേട്ടോ. അപ്പൊ നമുക്കിനി സാർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ സാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാഠ്മണ്ഡുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ തന്നെ സാർക്കിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് സാർക്ക് എന്ന വാക്കിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. ഇതൊരു ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, അതുപോലെ ഒരു ജിയോ പൊളിറ്റിക്കൽ യൂണിയൻ ആണ്. നമ്മുടെ സൗത്ത് ഏഷ്യയിലാണ്, സൗത്ത് ഏഷ്യയിലെ സ്റ്റേറ്റ്സിന്റെ എല്ലാം സൗത്ത് ഏഷ്യൻ കൺട്രീസിന്റെ എല്ലാം തന്നെ ഒരു ഗ്രൂപ്പാണ് സാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സാക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് കേട്ടോ. അപ്പോൾ സാക്കില് നിലവിൽ 8 മെമ്പേഴ്സ് ആണുള്ളത്. ലാസ്റ്റ് ആയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള 8 രാജ്യങ്ങളാണ് സാർക്കിൽ ഉൾപ്പെടുന്നത്. So this regional organization was founded in 1985. 1985 സാർക്ക് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ത്രൂ ഇൻക്രീസ്ഡ് കോപ്പറേഷൻ അമംഗ് ദ കൺട്രീസ് ഓഫ് സൗത്ത് ഏഷ്യ. അതായത് നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ കൾച്ചറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് സാർക്ക് അഥവാ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് എക്കണോമിക്സിൽ നിന്നുമാണ്. ബ്രിട്ടൻ ലാ റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. 1987 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബ്രിട്ടൻ ലാ
ബ്രിട്ടൻ ലാൻഡ് റിപ്പോർട്ട് എന്തായിരുന്നു പ്രധാന തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടൻ ലാൻഡ് റിപ്പോർട്ടിന്റെ ഒരു കോമൺ ടൈറ്റിൽ, പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ടൈറ്റിൽ തന്നെ എന്ന് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ ബ്രിട്ടൻ ലാൻഡ് റിപ്പോർട്ടിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ എന്ന് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. 1987 യുണൈറ്റഡ് നേഷൻ വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സോ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രസന്റ് നീഡ്സുകളൊക്കെ തന്നെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും നമുക്ക് ലഭിക്കുന്ന എല്ലാ റിസോഴ്സുകളും എന്ത് ചെയ്യണം? കരുതി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് ഫ്യൂച്ചർ ജനറേഷന് കൂടി പകർന്നു നൽകുന്ന തരത്തിൽ കരുതി വേണം നമ്മുടെ എല്ലാ നാച്ചുറൽ റിസോഴ്സുകളും നമ്മൾ വിനിയോഗിക്കാൻ എന്നുള്ളതാണ് സുസ്ഥിര വികസനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ റിപ്പോർട്ട് എംഫസൈസ് ദ interconnectedness of environmental protection, social equity and economic growth in achieving sustainable future. എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയാൻ പോകുന്നത്. കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കും ഒരുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്നും അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് വട്ടം ക്വസ്റ്റിനകത്ത് വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള മിക്ക വീഡിയോസിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കൂടി കാണുകയാണെങ്കിൽ ഒരുവിധം ഈ ഒരു ഏരിയയിൽ നിന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. സോ നോ ഡൗട്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടീഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് യൂസ് സെവറൽ ഇൻഡിക്കേറ്റേഴ്സ് ടു അസസ് എ കൺട്രീസ് ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് ഒരു രാജ്യത്തിന്റെ മാനവ വികസനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് മെഷേർഡ് ബൈ ഗ്രോസ് നാഷണൽ ഇൻകം, ദാറ്റ് മീൻസ് GNI പെർ ക്യാപിറ്റ അഡ്ജസ്റ്റഡ് ഫോർ പർച്ചേസിംഗ് പവർ പാരിറ്റി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് ഗ്രോസ് നാഷണൽ ഇൻകവും അതേപോലെ തന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇനി അടുത്ത പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ മെഷർഡ് ബൈ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. അപ്പോൾ ഇവിടെ സ്കൂളിംഗ് അതായത് ഒരു രാജ്യത്ത് എത്രത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തി അതും ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് എക്സ്പെക്ടൻസിയും ഈ തരത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പ്രധാനമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് എക്സ്പെക്ടൻസി. ഇലക്ഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എപ്പോഴും ഇലക്ഷനിൽ നിന്നും ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളൊക്കെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ അതേപോലെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 2 പ്രകാരമാണ് പ്രസിഡന്റിന് ഈ ഒരു അധികാരം ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്നത്. സോ ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് chief election commissioner and such number of other election commissioners, if any, as the president may from time to time fix and appoint chief election commissioner and other election commissioners shall, subject to the provision of any law made in that behalf by parliament, be made by the president. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ
അധികാര പരിധികളിൽ ഒന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതേപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനനുസരിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതേപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസിഡന്റിന് ഈ ഒരു അധികാരം ഉറപ്പുവരുത്തുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 324 സബ്സെക്ഷൻ 2 പ്രകാരമാണ്. പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ട്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഏത് പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ്. 73rd അമെൻമെന്റ് പ്രകാരമാണ് കേട്ടോ. അപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രാമീണ മേഖലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേട്ടോ. ഇനി 74th അമെൻമെന്റ് എന്ന് പറയുന്നത് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ മുനിസിപ്പാലിറ്റീസുകളുടെ ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ടാണ് 74th അമെൻമെന്റ് വരുന്നത്. അപ്പോൾ ഇനി മറക്കരുത്, 73rd എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ആൻഡ് 74th അമെൻമെന്റിലൂടെയാണ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റും രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് കേസ് സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് ആണ് കേട്ടോ. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് is a basic structure doctrine in Indian constitutional law, and this doctrine holds that while Parliament has the power to amend the constitution, it cannot change the fundamental features or basic structure. അതായത് ഈ ഒരു ഡോക്ട്രിൻ പ്രകാരം പറയുന്നത് പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറോ ചേഞ്ച് വരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. അപ്പോൾ കേഡറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും ടോസ് അക്കാഡമി നേരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാക്സിമം ലെവലിൽ നിന്നുകൊണ്ട് വേണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കോർട്ട് ഓർഡർ പ്രകാരമൊക്കെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു എക്സാം ആണ് കേഡറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ വേണം നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിജയം ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോസ് അക്കാഡമിയിൽ കേഡറ്റ് ക്ലാസ്സുകൾക്കായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.